പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഒല്ലൂര് തൈക്കാട്ടുശ്ശേരി ചെറുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് വന്നിരിക്കണം കേട്ടോ. നമ്മൾ മിനിഞ്ഞാന്ന് ഇട്ട വീഡിയോ ഉണ്ടായിരുന്നു. കുടിലിരുന്നിട്ട് നമ്മൾ ഒരു സാധാരണ സാമ്പാർ വെച്ചു. പക്ഷെ അതിൻ്റെ ഒരേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സാമ്പാറിൽ ചേർത്ത സാമ്പാർ പൊടി BG സാമ്പാർ പൊടിയായിരുന്നു. നമ്മളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3-4 കൊല്ലമായിട്ടുണ്ട് ഈ BG കായം എന്ന് പറഞ്ഞിട്ട് കായം ഉണ്ടാക്കണ കമ്പനി, കായം ഉണ്ടാക്കണ വിധമൊക്കെ നിങ്ങളെ കാണിച്ചു തരാട്ടാ എന്ന് പറയുന്നു. അപ്പോൾ ഇന്നാണ് ആ സുദിനം വന്നെത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് തൈക്കാട്ടുശ്ശേരിയിലേക്ക് വന്നേക്കാണ്. തൈക്കാട്ടുശ്ശേരി, അത് കേരളത്തില് കായം കമ്പനി. നമ്മൾ ഏറെ കമ്പനികളൊക്കെ നമ്മൾ ആളുകളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ. പക്ഷെ കായം കമ്പനി അങ്ങനെ ആരും ചെയ്തായിട്ട് തോന്നുന്നില്ല. അതെ, എന്നിട്ടാണ് ചേട്ടാ ഉസ്ബെക്കിസ്ഥാനാ. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഇറാൻ എന്നൊക്കെ സാധനം. അവിടെ നിന്നൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്നൊക്കെയാണ് ഇതിന്റെ റോ മെറ്റീരിയൽ വരെ. ഒരു മരത്തിന്റെ പശയുണ്ട്. ആ പശ എടുത്തിട്ട് ചേട്ടൻ നാളെ വന്നിട്ട് മണപ്പിച്ചിട്ട് ചേട്ടന് ആകതായില്ലേ. അത് നേരെ മണപ്പിക്കാനൊന്നും പാടില്ല. അതിന് ഭയങ്കര കുത്താ, കണ്ണിലേക്കൊക്കെ നമുക്ക് നീറ്റെടുക്കും. അപ്പൊ അതിന് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് കായമായിട്ട് മാറുന്നത്, നമുക്ക് ഉപയോഗിക്കാവുന്ന പരുവത്തിലേക്ക് ആക്കി എടുക്കണേ. അപ്പൊ ആ പ്രോസസ്സിങ്ങും അതൊക്കെയാണ് ഇവിടെ നടക്കണത്. അതൊക്കെ കാണാനും നിങ്ങളെ കാണിച്ചു തരാനാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇവർക്ക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ കായമാണ് മെയിൻ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കാണുന്നതല്ല അല്ലേ, കുറെ കമ്പനികൾ ഉണ്ടാവും. നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് ഈ BG കായമാണ്. ഈ BG കായത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന അതേപോലെ തന്നെ കുറെ നാളുകളോളം. അതാണ് നമ്മൾ മുന്നത്തെ വേറെ കായം വാങ്ങിക്കുമ്പോഴേ, തമിഴ്നാട്ടിലത്തെ കാര്യങ്ങളല്ല നമ്മൾ വാങ്ങിക്കാറുള്ളത്. ഫസ്റ്റത്തെ വട്ടം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ പാക്കറ്റ് പൊടിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നത്തെ ആഴ്ചയിലൊക്കെ സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എത്ര എയർ ടൈറ്റ് ആയിട്ടുള്ള അടച്ചു വെച്ചാലും പിന്നെ തുറക്കുമ്പോൾ അതിങ്ങനെ ഉറച്ചുണ്ടോ, പിന്നെ അതിനെ വെട്ടി പൊളിച്ചിട്ടൊക്കെ എടുക്കണം. ഇതങ്ങനെയല്ല, ഇത് ലാസ്റ്റത്തെ കഷ്ണം വരയ്ക്കും നമുക്ക് ഇതിനെ കൈ കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ പിച്ചി ഇങ്ങനെ പൊളിച്ചിങ്ങനെ എടുക്കാം. അത്രയും സോഫ്റ്റ് ആണ്, കട്ടയാവില്ല. ഈ കായത്തിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കപ്പെടാൻ കാരണം കേട്ടോ. പിന്നെ മണവും നല്ലത് തന്നെയാണ്. പിന്നെ ഈ കായത്തിനെ പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞു തുടങ്ങിയപ്പോ നമ്മുടെ മോളമ്മാന്റെ അമേരിക്കയിൽ നിന്ന് വന്നപ്പോ 3 പാക്കറ്റ് കായം ആള് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി. അടിപൊളി കായ എന്ന് പറഞ്ഞു. അപ്പൊ BG കായം, ചെറുശ്ശേരി, തൃശ്ശൂർ. അപ്പോൾ നമ്മുടെ മിനിഞ്ഞാന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് ഇന്നലെ പാലക്കാട് നിന്ന് ഒരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു ഇത്രങ്ങട് ഇവിടേക്ക്. അവർക്ക് എന്തായാലും ഈ തൈക്കാട്ടുശ്ശേരിയിലേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ തൈക്കാട്ടുശ്ശേരിയിലാണ് ഈ കായം കമ്പനി. അപ്പൊ അവർ ചോദിച്ചു പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചേച്ചി ഇവിടത്തെ. അപ്പൊ ഇത് നടത്തുന്നത് വർഗീസ് ഏട്ടൻ നമ്മുടെ സുഹൃത്താണ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞിവിടേക്ക് എത്തിയത്. നമുക്കിത് അറിയില്ലായിരുന്നു. ആൾക്ക് കാര്യങ്ങൾ 36 കൊല്ലമായിട്ടാ ഈ കമ്പനി തുടങ്ങിയിട്ട് കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് കണ്ടമാന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ വർഗീസ് ഏട്ടനാണിത്. വർഗീസ് ഏട്ടന്റെ ബാക്ക് ബോൺ ആയിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ലിജി ചേച്ചി. അപ്പൊ ചേച്ചിയാണ് കംപ്ലീറ്റ് ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നോക്കണേ. പർച്ചേസിങ് മാത്രമാണ് ഇപ്പൊ ആള് ചെയ്യണുള്ളൂ അല്ലേ. അപ്പൊ നമുക്കിനി ഇതിന്റെ ഇത് കാണാം, എന്താ പറയാ, ഉണ്ടാക്കണ വിധങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ. ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോണ ഒരു സാധനം കിട്ടിയാല്. അപ്പൊ നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണ്. ഈ ISO എനിക്ക് മണം ചിലപ്പോ തുമ്മല് വരും, അതുകൊണ്ട് ശരി. നമ്മൾ ഉള്ളിൽ കയറാം. ഇതാണ് ഈ പറഞ്ഞ ഫാക്ടറി കേട്ടാ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ റോ മെറ്റീരിയലിൽ നിന്ന് തുടങ്ങാം. റോ മെറ്റീരിയൽ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. എനിക്കറിയില്ല യൂട്യൂബില് കായം ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇനി ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടാ. ഇവിടെയാണ് ഈ കായത്തിന്റെ മെയിൻ സാധനങ്ങൾ, അതായത് വിവിധ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സാധനം ഇരിക്കുന്നത് കേട്ടാ. അപ്പൊ ഇതൊരു AC റൂമാണ് കേട്ടാ. അപ്പൊ ഇത്രയ്ക്ക് ചൂട്ടിൽ സൂക്ഷിച്ചു വെക്കണല്ലേ. ഇതൊരു 23 ഡിഗ്രിനുള്ളിൽ നമ്മൾ എപ്പോഴും കൂൾ ചെയ്ത് വെക്കും. ഇത് എടുക്കണം കേട്ടാ. ഇതെന്തിട്ട് കോല ഇത് ഇതിന് കുത്തിയെടുക്കാനുള്ള. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പറഞ്ഞ ഐറ്റം അല്ലേ. ഇത് അഫ്ഗാനിസ്ഥാനിൽ വരുന്ന സാധനമാണ് കേട്ടാ. അത് ഇത് തന്നെയല്ല, ഇത് പല രാജ്യങ്ങളിൽ നിന്നാണ് സാധനം വരിക. വലിയ കുഴപ്പമില്ല. ഇത് പല രാജ്യങ്ങളിൽ നിന്നാണ് നമുക്കിത് കിട്ടുക. അപ്പൊ ഉസ്ബെക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, അഫ്ഗാനിൽ നിന്ന് വന്ന വഴി. അതേമാതിരി ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വെറൈറ്റി ഐറ്റംസുകളാണ്. ഇതിനും ഡിഫറൻസ് സ്മെല്ലായിരിക്കും, ഡിഫറൻസ് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ കൂട്ടി ആക്കുമ്പോഴാണ് നമ്മുടെ ടേസ്റ്റുള്ള സാധനങ്ങളായിട്ട് വരുന്നത്.
അപ്പൊ ഇതൊക്കെ എന്താ കറുത്ത കളറ് പല ടൈമിംഗ് പല മണ്ണിന്റെ പ്രത്യേകതകളാണ്. മണ്ണിന്റെ പ്രത്യേകതകൾ പോലെ അതല്ലേ കണ്ട. അപ്പോൾ ഒരു പറഞ്ഞ പോലെ ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എത്ര രാജ്യങ്ങൾ ഒത്തുചേർന്നിട്ട് വേണം ഒരു സാമ്പാർ ആവണമെന്ന് മനസ്സിലായില്ലേ? നമുക്ക് കാണുമ്പോൾ നിസ്സാരം. ഇതൊക്കെ ഭയങ്കര വിലയുള്ളതാട്ടോ. ഒരു കിലോയ്ക്ക് 10,000-25,000 30,000 ഒക്കെ വിലയുള്ളതാണല്ലേ? നമ്മളിവിടെ ലാബില് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനുള്ളിൽ നമ്മൾ കയറ്റുള്ളൂ. അതാണ് ഇതൊക്കെ എഴുതിച്ചാൽ വേണ്ട. ഓരോ ട്രിപ്പ് വരുന്നത് അതായത് ആ സമയം അതൊക്കെ എഴുതി വെക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല. കണ്ണൊക്കെ നീറും, മൂക്കൊക്കെ പെശക്കാവും. അത്രയ്ക്കൊരു അടിച്ചു കയറുന്ന പോലെ ഉള്ളിൽ കയറാൻ. അതന്നെ. ഇതാണ് മെയിൻ കായത്തിന്റെ ഒരു റോ. ഇനി നമ്മൾ അടുത്ത മെറ്റീരിയൽ എന്താണ് കാണിച്ചു തരാം. ഇതും ഒരു മരത്തിന്റെ പശയാണ്. ഇതും മരത്തിന്റെ പശയാണ്. ഇത് സ്മെല് അത് തൊട്ടേക്ക് ഇതും ഒരു മരത്തിന്റെ പശയാണ് കേട്ടാ. ഇതിന് സ്മെല്ല് ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 5 രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ സംഗമിച്ചിട്ട് വേണം നമുക്കൊരു സാമ്പാർ വയ്ക്കണമെങ്കിൽ. നീ പ്രൊഡക്ഷൻ ഏരിയ കാണിച്ചു തരാം. വന്നിട്ട് നിനക്കെല്ലാം കാണിച്ചു തരണ്ടേ ഞാൻ? പിന്നെ ഇത് കായത്തിന്റെ പൗഡർ സെറ്റ് ചെയ്യാൻ പോണതാണ്. ഇത് കായപ്പൊടിയാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോണത്. കായപ്പൊടിയിലേക്ക് ഇതിനൊരു പ്രത്യേക റേഷ്യോയില് ഇപ്പൊ നമ്മൾ ഈ കണ്ട 5 ഐറ്റംസില്ലേ റോ മെറ്റീരിയൽസ്, അത് കൂടാണ്ട് വേറെ 5-6 ഐറ്റംസും ഉണ്ട്. അതും പിന്നെ വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൊടി, ഇതും അതിന്റെ ഒരു പ്രത്യേക റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിലാണ് ഇതിന് പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കും അല്ലേ? അപ്പോഴാണ് നമ്മുടെ കായപ്പൊടി നമുക്ക് കിട്ടുക. കണ്ട ഇതിലേക്കുള്ള അളവിനുള്ള സാധനങ്ങൾ തൂക്കം ഇട്ടിരിക്കുകയാണ് കേട്ടാ. ഇനിയുണ്ട് കുറച്ച് ചേർത്തിട്ടുള്ള. അപ്പൊ ഇതിലേക്ക് മുഴുവനുള്ള ആയിട്ടില്ല കേട്ടാ. ഈ സാധനമാണ് നമ്മൾ ആ ഉസ്ബെക്കിസ്ഥാൻ അവിടെ നിന്നൊക്കെ ഇറാനിൽ നിന്നൊക്കെ കൊണ്ടുവന്നില്ലേ, അത് ആ സാധനം കണ്ണു നീർണതില്ലേ അത്. ഇനി ഒരളവ് നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് ഇത് ലാസ്റ്റ് പൊടിച്ച് എടുക്കും അല്ലേ? അവിടെ മിക്സ് ചെയ്ത പൊടി ഇതിലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് കറക്റ്റ് 50 ഗ്രാം വീതം അല്ലേ? 50 ഗ്രാം ചെയ്തോണ്ടിരിക്കുന്നത് 50 ഗ്രാം സെറ്റ് ചെയ്ത് വെച്ചാൽ എന്നാലും നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. വെച്ചിട്ടേ വിടുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വരരുതല്ലോ. മിഷനറീസ് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കായപ്പൊടിയുടെ പരിപാടി കണ്ടില്ലേ? ഇനി കട്ടിക്കായ ഉണ്ടാക്കണത് എങ്ങനെയാന്ന് നോക്കാം. ഇത് നന്നായി മിക്സ് ആവണം. നന്നായി മിക്സ് ആയതിന് ശേഷം കായ ഒഴിച്ചിട്ട് ചേർക്കാൻ പാടുള്ളൂ അല്ലെ? ഓയിൽ ഒഴിക്കണം. പണി എന്തിനെ? കായപ്പൊടി ഉണ്ടാക്കണ പോലെ തന്നെ കായം അതിനായാലും ഈ വീറ്റ് ഫ്ലോറും അതിലേക്ക് പിന്നെ മറ്റേ പശ ആ സാധനങ്ങളില്ലേ, ആ വക ഇൻഗ്രീഡിയൻസ് എല്ലാതും അതിൻ്റെതായ പ്രപ്പോർഷനിൽ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് വരികയാണിത്. പിന്നെ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കും, മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണ. അതും കൂടി ഇതിൽ ആവശ്യത്തിനുള്ള ഒരു അളവിൽ ഒരു റേഷ്യോയിൽ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുക അല്ലേ? അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതിലിങ്ങനെ കിടന്നിനി മിക്സായിട്ട് കട്ടിക്കായായിട്ട് മാറി വരും ഇത് അല്ലേ? ഇതിൽ കിടന്നിട്ടല്ല വരാ. ഇതിങ്ങനെ എത്ര സമയം ആ മെഷീനിൽ കിടന്ന് തിരിഞ്ഞിട്ടാണ് ഇതാവാ? കുറച്ച് നമുക്ക് കണ്ടറിയാം. ഒരു അരമണിക്കൂർ നേരം നല്ലോണം ബ്ലെൻഡ് ആവണം. ബ്ലെൻഡ് ആയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പൊതിഞ്ഞു വെക്കും. അത് കുറച്ച് സമയം നേരത്തോട് നേരൊക്കെ ഇരിക്കണം. ഇരുന്നാലേ എല്ലായിടത്തും അതിന്റെ ആ ഫ്ലേവർ കറക്റ്റ് എല്ലായിടത്തും കൂടെ ചെന്നതിന് ശേഷം
അപ്പൊ അതിലൊരു അരമണിക്കൂറോളം നേരം കിടന്നത് ഇവരായിന്ന് കാണുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചതാണ് ഇത്. എന്നിട്ട് ഒരു 24 മണിക്കൂർ സമയം ഇരിക്കണം, പൊതിഞ്ഞിങ്ങനെ വെക്കണം. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തതാണ് അവിടെ, എന്നിട്ട് എടുത്തതാണ് ഇത് ഇവിടെ കാണുന്നത്. എത്ര കിലോ ഉണ്ടാവും? 40-40 കിലോ ഉണ്ടാവും. 45 കിലോ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് എന്തിനാ വെക്കണേ? അത് കട്ട് ചെയ്ത് വെക്കണത് ഇങ്ങനെ പീസാക്കാൻ. അത് ആയിക്കോടെ കയറണ്ടെങ്കിൽ ചെറിയ ഇത് കയറുള്ളൂ, റോളറിൽ കയറ്റി. ഇനി ഇതിനെ വീണ്ടും ചെറിയ ഇതാക്കും, ചെറിയ സ്ലൈസ് ആക്കൂല്ലേ ഇതുപോലെ. അങ്ങനെ പീസാക്കിയതിനെ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കാൻ പോവാണ് കേട്ടോ ഇതിൽ കൂടെ. അങ്ങനെ പീസാക്കി അവിടെ വീണതിനതേ ഇവരിവിടെ തൂക്കം നോക്കി കറക്റ്റ് ആക്കിയിട്ട് അതിനെ പാക്ക് ചെയ്യാൻ പാകത്തിനാക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. 50 ഗ്രാമിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേ വെയിറ്റ് നോക്കിയിട്ട് കറക്റ്റാക്കി കട്ട് ചെയ്തിട്ടേനെ ഇപ്പുറത്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിയണു. അങ്ങനെ പൊതിഞ്ഞിട്ട് അതിൻ്റെ കവറിലാക്കണു കേട്ടോ, അതിൻ്റെ പെട്ടിയിലാക്കണു. എന്നിട്ട് അങ്ങോട്ട് എറിഞ്ഞു. അങ്ങനെ പാക്ക് ചെയ്തിട്ട് 2 സൈഡ് ഒട്ടിച്ചിട്ടുള്ള കായം. അതാണ് ഇവിടെ പല പെട്ടികൾക്കും പല കളറായിരിക്കും കേട്ടോ. പേരൊക്കെ BG തന്നെയായിരിക്കും, പക്ഷെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകണത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ, പിന്നെ ദേ ചേച്ചിയുടെ കയ്യിലിരിക്കണോട്ടെ ഇത് കായം തന്നെയല്ലേ? ഇത് എത്ര ഗ്രാമാ? 50 ഗ്രാം തന്നെ. ഇതിപ്പോ നമ്മള് പുതിയതിറക്കി ബ്രാൻഡ് പറഞ്ഞില്ലേ, സാമ്പാർ പൊടിയുടെ ബ്രാൻഡില് കായം കൂടി ഇറക്കിയതാണ് ഇത്. അത് 100 ഗ്രാം. ഇത് 100 ഗ്രാമാണ്. ഷിപ്പിന്റെ 100 ഉണ്ട്, നമുക്ക് വൈറ്റ് വേറെ ഉണ്ട്. ഇതാണ് നമ്മള് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കണത് ഈ പെട്ടിയിലുള്ളതാ ഈ വെള്ളം. മോളമാൻഡി അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് ഈ കായം ഇതാണ്, ഇങ്ങനത്തെ പാക്കറ്റിലാണ്. ഇവിടുത്തെ സാമ്പാർ പൊടിയിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കണില്ലാന്ന്. ഇൻഗ്രീഡിയൻസ് മുഴുവൻ നന്നായി റോസ്റ്റ് ചെയ്ത് അതിന്റെ വെള്ളത്തിന്റെ അംശങ്ങൾ നന്നായി റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ടാണ് പാക്ക് ചെയ്യണേന്ന്. അതുകൊണ്ട് പ്രിസർവേറ്റീവ്സിന്റെ ആവശ്യമില്ല. കണ്ടാ, മുളക് വറുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പുറത്ത് കടലപ്പരിപ്പ് ദേ വറുത്തോണ്ടിരിക്കണം. അപ്പം അങ്ങനെ ആ സാധനങ്ങളൊക്കെ, അത് 2 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചതിന്. എനിക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ വറുത്ത് പൊടിച്ച സാമ്പാർ പൊടിയാണ് ഇത് കേട്ടാ. വേണ്ട, ഇനി ഇത് പാക്ക് ചെയ്യും അല്ലേ? ഇത് പാക്ക് ചെയ്യാൻ പോണേ. നല്ല മണ. അതെ, നല്ല മണ. ഇതിന് പാക്ക് ചെയ്യണത് കാണാട്ടാ. നമ്മള് സാമ്പാർ പൊടി പാക്കിന് മെഷീൻ കേട്ടോ. ആ പാത്രത്തിൽ ഇരിക്കുന്നുണ്ടല്ലേ, അവിടെ പോയിട്ട് നമ്മള് വീഡിയോയില് കാണിച്ചപ്പോ അന്ന് മഞ്ഞ പാക്കറ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ കുറച്ച് ഇപ്പൊ ഇതെന്നാ പച്ചയ്ക്ക് ഇതിപ്പോ ഒരു ഓണത്തിന് മുൻപ് അല്ലേ? നമ്മള് എന്നാണോ കായം വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേ, ആ സമയത്താണ് നമ്മള് ഇവിടെ നിന്ന് കുറച്ച് സാമ്പാർ പൊടിയുടെ പാക്കറ്റുകൾ വാങ്ങിച്ചു പോയി തന്നു. 3-4 മാസമായിട്ടുണ്ടാവും. അപ്പോ അന്ന് മഞ്ഞയായിരുന്നു, നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല, മഞ്ഞയായിരുന്നു. ഇതിപ്പോ ചെറുത് മഞ്ഞയാക്കി, രണ്ടാം തെറ്റണച്ചിട്ട് 10 രൂപ വരെ ചെറിയ പാക്കറ്റ് ഉണ്ട്. ചെറിയ പാക്കറ്റ് മഞ്ഞ തന്നെയാട്ടാ. അത് മഞ്ഞ, അതാണ് ഒരു കൂട്ടാനുള്ള സാമ്പാർ പൊടിയാണ് 10 രൂപ പാക്കറ്റ് പോലത്തെ അതിന്റെയാണത്. ഇവിടെ ബാച്ച്, പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടിക്കണ സംഭവമാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട ഇതിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകുമ്പോൾ വരും.
ഇതിപ്പോ കായത്തിന്റെ പെട്ടിയിലാണ് കാണുന്നത്. കായത്തിന്റെ പെട്ടിയും മാത്രമല്ല എല്ലാത്തുമ്മിലും ഇതുപോലെ ചെയ്യണം. ഇത് ഈ കടലാസ് ബോക്സുകളായോണ്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം അല്ലേ? മറ്റേ കവറുമ്പിലൊക്കെ റോള് അതേ ഇവിടെ വെക്കുക. അപ്പൊ അത് അതും തന്നെ കോഡ് ചെയ്ത് വരും. അതല്ലേ, നമ്മളതിലിട്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുമെല്ലാം കോഡ് വരും. ആ അതാണ് ഈ നടക്കണേ കേട്ടാ. അപ്പൊ ഇനി ലാബ് ഉണ്ട് ഇവിടെ. അതിൽ തന്നെ ഇവിടുന്ന് ക്വാളിറ്റി കഴിഞ്ഞിട്ടാണ് ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് വിടുള്ളൂ. കണ്ടാ, ഇതാണ് ലാബ് കേട്ടാ. അപ്പൊ കമ്പനിയുടെ ഉള്ളിലൊക്കെ മുഴുവൻ കണ്ടില്ലേ? ഇനി ഇവർക്ക് ഓഫീസിലേക്ക് അപ്പൊ കുറെ പ്രോഡക്റ്റ് ഇവരെ എല്ലാ സാധനങ്ങളും കാണിച്ചു തരാം. പിന്നെ അവരായിട്ടും സംസാരിക്കണ്ടേ. നമ്മൾ കായപ്പൊടി മെയിനായിട്ടും പിന്നെ സാമ്പാർ പൊടിയുടെ കാര്യം മാത്രമല്ല അതിൽ കാണിച്ചോളൂ. പിന്നെ വേറെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫാക്ടറി ഒക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഓഫീസിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ 1989 തുടങ്ങിയ സ്ഥാപനമാണ് ഇട്ടത്. അപ്പോൾ ഇവിടെ എല്ലായിരുന്നു. അപ്പൊ ചെയ്യായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ അത് വർഗീസ് ചേട്ടന്റെ അപ്പച്ചനാണ് തുടങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇറങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അന്ന് കായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ല, നമുക്ക് കായം മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ എന്നോട്ടാ ബാക്കി പ്രോഡക്ട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മള് ഒരു 5 വർഷമായി. അത്രയായിട്ടുള്ളൂ. ഇവിടേക്ക് വന്നിട്ട് എത്ര നാളായി? തൈക്കാട്ടുശ്ശേരിയിലേക്ക് വന്നിട്ട് എത്ര നാളായി? 9 വർഷം. നമ്മള് അതിന് ശേഷമാണ് നമ്മളിപ്പോ സാമ്പാർ പൊടി ഇതാക്കിയത്. സാമ്പാർ പൊടി ഇപ്പൊ മസാലകള് എല്ലാം ഉണ്ട്. ചിക്കൻ മസാല, മീറ്റ്, ഗരം രസ പൗഡർ. ഞങ്ങള് പക്ഷെ സാമ്പാർ പൊടി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് തുടങ്ങിയിട്ട് അധികം നാളുകളായിട്ടില്ല. അപ്പൊ ഓരോന്ന് ആദ്യം അത് കഴിഞ്ഞപ്പോ രസം തുടങ്ങി. സാമ്പാറിനോട് അനുബന്ധിച്ച് തന്നെ രസം തുടങ്ങി. അത് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങി, ചിക്കൻ മസാല വേണം, മീറ്റ് മസാല ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പൊ നമ്മൾ അതൊക്കെ സാമ്പിൾ അടിച്ച് പക്ഷെ അത് മാർക്കറ്റിലോട്ട് ആയിട്ടില്ല കേട്ടോ ഇപ്പോഴും. അതിപ്പോ മെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാറ്ററിംഗുകാര്, അതുപോലെ നമ്മുടെ ക്യാൻറ്റീനില്ലേ, ക്യാൻറ്റീനുകളിലേക്ക്, അതായത് ബൾക്ക്. അതായത് ഇപ്പൊ മാർക്കറ്റിൽ നമ്മുടെ 100 ഗ്രാം ഒന്നും ആയിട്ടില്ല. ഇങ്ങോട്ടൊക്കെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇത് ഈ സ്ഥാപനത്തിന്റെ ഇത് മേൽനോട്ടം ഏറ്റെടുത്തിട്ട് എത്ര നാളായി? ഞാനൊരു 24 വർഷം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോ ഞങ്ങളിത് ചെയ്യാർത്ത് യൂണിറ്റിലായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഞാൻ ചേട്ടൻ്റെ കൂടെ വെറുതെ രസം അങ്ങനെ ഇറങ്ങി. പിന്നെ 2 പേരും കൂടി ആയപ്പോ ചേട്ടൻ പറഞ്ഞു, ഞാനെന്നാ നീ പ്രൊഡക്ഷൻ നോക്കിക്കോ, ഞാൻ മുഴുവൻ പർച്ചേസ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാൻ തോന്നി. അങ്ങനെ നോക്കി. പിന്നെ എന്തോ പിന്നെ ചേച്ചി ചെയ്തിന്റെ പിന്നെ ഇവിടെ ലേഡീസ് അല്ലേ, അല്ല ലേഡീസ് ഉണ്ടായിരുന്നുള്ളൂ. ഓൾറെഡി ലേഡീസും പിന്നെ ഞാനും പിന്നെ ചേട്ടൻ മിക്സ് ചെയ്തിട്ടിട്ട് പോകും. അപ്പൊ പിന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് ചേച്ചി പ്രൊഡക്ഷനിൽ നോക്കണല്ലോ. അങ്ങനെ ലേഡീസിനെ തന്നെ കൂട്ടി വന്നു. അപ്പൊ നോക്കാനായിട്ട് ചേട്ടന് അധികം ലേഡീസുമാരെ അടുത്ത് നിൽക്കാൻ പറ്റില്ല. ചേട്ടാ നീ നോക്കി കൊടുത്ത കാര്യങ്ങൾ. പിന്നെ ഇതില് ഒരു പ്രത്യേകത വന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം കൂട്ടാണ് നമ്മൾ ചെയ്യണത്. അത് പെട്ടെന്ന് തന്നെ അങ്ങനെ പുറത്തേക്ക് അങ്ങനെ ഇത് റേഷ്യോ ഇൻഗ്രീഡിയൻസും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ചേർക്കണ പ്രൊപ്പോർഷനും അതൊക്കെ ഇവരുടെ രഹസ്യമാണ്. അതിൽ വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. ചേർക്കണ സാധനങ്ങളുടെ ഉണ്ട്, അതിന്റെ പ്രൊപ്പോർഷനും ഉണ്ട്. ഒരു ഇത് നമ്മുടെ മാർക്കറ്റില് ഇപ്പൊ നല്ല പേരില്ല ഇതാണ് ഫ്ലവർ ഇങ്ങനെ നല്ല അഭിപ്രായത്തിലാണ് പക്ഷെ പുറത്തേക്ക് അറിഞ്ഞു വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിലെ ഒരു ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ കായം കമ്മി അങ്ങനെ ചോദിച്ചില്ല. അതെ, ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പലർക്കും അറിയണ്ടാവില്ല കേട്ടോ. ഇവിടെ അടുത്ത പ്രദേശത്തുള്ളവർക്ക് വരെ അറിയണ്ടാവില്ല ഇവിടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യം. ഇപ്പൊ അടുത്തറിഞ്ഞു തുടങ്ങി, സ്മെല്ല് വരല്ലേ. ഇവിടെ നിങ്ങടെ കടക്കുമ്പോഴേക്ക് സ്മെല്ല് വന്നു തുടങ്ങി. ഈ വർഗീസേടെ പറയണതേ, നമ്മളിപ്പോ മീൻകറി തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ടേസ്റ്റ് കൂടണ പോലെയാണെന്ന്. ഇവിടത്തെ സാമ്പാർ കൂടെ കൊണ്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ടേസ്റ്റ് കൂടുന്നു. അതൊന്ന് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര ടേസ്റ്റ് കേടാവൂല. നമ്മളും അങ്ങനെ തന്നെയാട്ടോ. ഞാൻ സാമ്പാർ വയ്ക്കുമ്പോൾ എപ്പോഴും കുറേ വെക്കും. കാരണം മോന് സാമ്പാർ ഭയങ്കര ഇഷ്ടമായി കാരണം. അപ്പൊ പിറ്റേ ദിവസം ഒക്കെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോ പിന്നെ ഇത് വീണ്ടും സാമ്പാർ വയ്ക്കാൻ നിൽക്കേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ ചെയ്യാ, തിളപ്പിച്ച് വെക്കും. രാത്രി ഒന്ന് തിളപ്പിച്ച് വെക്കും, രാവിലെ ഒന്ന് തിളപ്പിക്കും. അങ്ങനെ ടേസ്റ്റായി. അപ്പൊ ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് എവിടെ കിട്ടും എന്നുള്ളതാണ്. നമ്മളിപ്പോ നമ്മുടെ വീഡിയോയില് സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോയിൽ തന്നെ കമന്റ് വന്നു ഇത് എവിടെയാ കിട്ടാന്ന് ചോദിച്ചിട്ട്.
അപ്പൊ എവിടെ കിട്ടും? ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ കിട്ടും. ഇനിയിപ്പോ നമ്മള് മാർക്കറ്റിലേക്ക് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കാൻ പോവാണ്. പിന്നെ കേരളം മുഴുവനുള്ള സപ്ലൈകോകളിൽ കിട്ടും. അവിടെ കിട്ടും. കായം കിട്ടും. അത് ശരി. സാമ്പാർ പൊടി കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പൊ അത് പാസ്സാക്കാൻ പോവാ. പാസ്സാക്കി ഓൾ കേരള സപ്ലൈകോയിൽ കിട്ടും. അപ്പൊ സാമ്പാർ പൊടി ഇപ്പൊ റെഡിയിൽ എവിടേക്ക് കിട്ടും? റെഡിയിൽ ഇപ്പൊ നമ്മള് തൃശ്ശൂർ കിട്ടോ? തൃശ്ശൂരുള്ള കടകളിൽ കിട്ടും. കടകളിൽ കിട്ടും അല്ലേ? അപ്പൊ എല്ലായിടത്തും കിട്ടി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ വേറെ ജില്ലകളിലൊക്കെ ഉള്ളവർ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ ചെല്ലണ ഷോപ്പുകളിൽ നിങ്ങൾ ചോദിക്കുക. നമ്മൾ മറയൂർ മഹിമ ശർക്കരയുടെ കാര്യം പറഞ്ഞില്ലേ, എന്ന പോലെ തന്നെ നിങ്ങൾ അവിടെ ചോദിക്കുമ്പോഴാണ് അവർ ആവശ്യക്കാർ വരുമ്പോഴാണ് അതിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇവരെ സമീപിക്കുക. സാധനത്തിന് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴാണല്ലോ കൊണ്ടുവയ്ക്കാൻ പറ്റുക. പിന്നെ അത് മാത്രമല്ല ഓൺലൈനിൽ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പർ കൊടുക്കാം അല്ലേ? അപ്പൊ നമ്പർ നമ്മുടെ ഇവിടുത്തെ നമ്പർ തരാം. അപ്പൊ ആവശ്യമുള്ളവരിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ അതിലേക്ക് അവര് സാധനം അയച്ചു തരും. കൊറിയർ ചാർജും വരും. അതുപോലെ തന്നെ നമ്മളിപ്പോ എക്സ്പോർട്ടിങ്ങിനെ പറ്റിയ ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് പോകണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇവരെ പ്രോഡക്ട്സ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ കായം, പിന്നെ ചിക്കൻ മസാല, ഇറച്ചി മസാല, രസം പൗഡർ, ഗരം മസാല, പിന്നെ അത് വലിയ പാക്കറ്റ് 1/2 കിലോൻ്റെ ആണ് കേട്ടോ പൊടി, കായപ്പൊടി. അച്ചാർ കമ്പനിക്കാരൊക്കെ വാങ്ങിക്കണതാണ് അല്ലേ. ഇങ്ങനെയൊക്കെയാണ് പ്രോഡക്ട്സ് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അതിന് മുന്നേ ലിജിയേച്ചിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ് കേട്ടോ ഇതൊക്കെ. ഇനി കുറച്ചെണ്ണം അവിടെ വെച്ചിട്ടുള്ള ബാക്കിയൊക്കെ വീട്ടിലായിരിക്കണം. മെയിൻ സാധനങ്ങളൊക്കെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം തൃശ്ശൂർ ജില്ലയിലത്തെ ഏറ്റവും നല്ല വിമൻ എൻ്റർപ്രനറിന് കിട്ടിയിട്ടുള്ള അവാർഡാണിത്. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം ഞാൻ പറഞ്ഞില്ലേ, മന്ത്രി പി രാജീവാണ് സമ്മാനിച്ചത്. ആ ഫോട്ടോ ഒന്നുകൂടി ഇല്ലയെന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ്. ചേച്ചിക്ക് ഭയങ്കര നാണക്കേട് ഇതൊക്കെ കാണിക്കണത്. അവാർഡ് കിട്ടിയത് കാണിക്കണത് നല്ല കാര്യമല്ലേ. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടാ. ഞങ്ങളൊരു ചെറിയൊരു സമ്മാനം, നിങ്ങളുടെ പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രണ്ട് പ്രോഡക്റ്റ്, കായോ സാമ്പാർ പൊടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും കൂടി എല്ലാതും വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എല്ലാം ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാട്ടാ. താങ്ക് യു.